അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള അക്ഷരമാണ് ഡ എന്ന അക്ഷരം. ഏതാണ്? ഡ. മലയാളത്തിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള അക്ഷരം ഏതാണ്? ഡ. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചത് നോക്കിയാലോ? ഇതേതാണ് അക്ഷരം? റ. ഇതേതക്ഷരമാണ്? ര. ഇതേതക്ഷരമാണ്? ന. ഇതേതക്ഷരമാണ്? ത. ഇതേതക്ഷരമാണ്? വ. ഇതേതക്ഷരമാണ്? പ. ഇതേതക്ഷരമാണ്? ല. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇതേതക്ഷരമാണ്? മ എന്ന അക്ഷരം. ഇതാണ് നമ്മൾ തൊട്ടു മുമ്പെയുള്ള ക്ലാസ്സിൽ പഠിച്ച അക്ഷരം അല്ലേ? മ എന്ന അക്ഷരം. ഏതക്ഷരമാണ്? മ. മ ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് നമുക്ക് നോക്കാം. ഇതേതക്ഷരമാണ്? മ എന്ന അക്ഷരം. ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള അക്ഷരം ഡ എന്ന അക്ഷരം. മ. താമര. മ ഉപയോഗിച്ച് നമ്മൾ താമര പഠിച്ചു. മ. മരം. മ. മയിൽ. മ. മഴ. മ. മാമ്പഴം. മ. മഴവില്ല്. കണ്ടോ? മഴവില്ലിൽ മേഘമുണ്ട് അല്ലേ? മേഘത്തിലും എന്തുണ്ട്? മ എന്ന അക്ഷരമുണ്ട്. മഴവില്ലിന് എത്ര നിറങ്ങളാണ്? 7 നിറങ്ങൾ. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താണ്? മല. എന്താണ്? മല. മാമല. ഇത്രയും വാക്കുകളാണ് മ എന്ന അക്ഷരം കൊണ്ട് നമ്മൾ പഠിച്ചത്. മ. താമര. മ. മരം. മ. മാമ്പഴം. മ. മയിൽ. മ. മല. മ. മഴ. മ. മഴവില്ല്. മ. മേഘം. കണ്ടോ? ഇതും മേഘമാണ് കേട്ടോ. മേഘത്തിൽ നിന്നാണ് നമുക്ക് മഴ ലഭിക്കുന്നത്. അപ്പൊ ഇന്ന് പഠിക്കാനുള്ള അക്ഷരം ഡ. ഏതാണ്? ഡ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താണ്? ഇതൊരു കുഞ്ഞിക്കുടയാണ് കേട്ടോ. പുള്ളിക്കുട. നല്ല ഭംഗിയുണ്ട് കാണാന് അല്ലേ? കണ്ടോ? പിങ്ക് കളറില് ചുവപ്പ് പുള്ളിയുള്ള ഒരു പുള്ളിക്കുട. കണ്ടോ? കുട. ഇതെന്താണ്? കുട. കുട എന്ന് പറയുമ്പോൾ അതിൽ ഡ എന്നൊരക്ഷരം നമ്മൾ ഉച്ചരിക്കുന്നില്ലേ? ഇല്ലേ? അപ്പൊ നമുക്ക് കുട ഒന്ന് എഴുതി നോക്കാം. ക. ക എന്ന അക്ഷരത്തിന് ഉ എന്ന ചിഹ്നമിട്ടാൽ കു എന്ന് വായിക്കും. കു. ഡ. കണ്ടോ? ഇതെന്താ വായിക്ക? കുട. എന്താ വായിക്ക? കുട. ഇതെന്താണ്? കുട. കുട എന്ന് എഴുതുമ്പോൾ രണ്ടാമത്തെ അക്ഷരം ഏതാണ്? ഡ എന്ന അക്ഷരം. ഡ. കുട. കുട. എന്താ വായിക്ക? കുട. ഇപ്പോൾ നല്ല മഴക്കാലമാണ്. നിങ്ങളുടെ കയ്യിൽ കുടയില്ലേ? കുടയില്ലേ? അപ്പോൾ കുടയിൽ എന്തുണ്ട്? ഡ എന്ന അക്ഷരമുണ്ട്. കണ്ടോ? ഡ എന്ന അക്ഷരം. അപ്പോൾ ഈ കുട എന്ന് എഴുതിയതിൽ നിന്ന് ഞാൻ ഈ ഊ ചിഹ്നം എടുത്തു മാറ്റി. ഇപ്പൊ ഇതെന്താ വായിക്ക? കട എന്നാണ് വായിക്ക. എന്താണ്? കട. അപ്പൊ നമുക്ക് ഈ കുട ഇവിടെ വെക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ഒരു കടയുടെ ചിത്രം വെക്കണം. കണ്ടോ? ഇതെന്താ വായിക്ക? കട. എന്താണ്? കട. കണ്ടോ? ഒരു മിഠായി കടയാണെന്ന് തോന്നുന്നു അല്ലേ? കുപ്പിയിൽ നിറയെ മിഠായികളുണ്ട് അല്ലേ? പലതരത്തിലുള്ള കടകളുമുണ്ട്. എന്താണ്? ഫാൻസി കടകളുണ്ട്,
മിഠായി കടകളുണ്ട്, പിന്നെയോ ഡ്രസ്സിൻ്റെ കടകളുണ്ട് അല്ലേ? ഇവിടെ ഒരു മിഠായി കടയാണ് അല്ലേ? അപ്പൊ കട എന്ന് എഴുതുമ്പോൾ അതിലും എന്തുണ്ട്? ഡ എന്ന അക്ഷരമുണ്ട്. കണ്ടോ? ഈ രണ്ടാമത്തതാണ് ഡ എന്ന അക്ഷരം. നേരത്തെ നമ്മൾ കുട എഴുതിയപ്പോഴും രണ്ടാമത്തെ അക്ഷരമല്ലേ ഡ വന്നത്? അപ്പോൾ ഡ കുട പഠിച്ചു, ഡ കട പഠിച്ചു അല്ലേ? ഇനി ഞാൻ ഈ കടയുടെ ചിത്രം ഇങ്ങെടുത്തിട്ട് അവിടെ ഞാനൊരു കടലിന്റെ ചിത്രം വെച്ചു. എന്താണിത്? കടൽ. ഇപ്പൊ ഇതെന്താ വായിക്ക? കട എന്നേ ആയിട്ടുള്ളൂ. കടൽ എന്നാവണമെങ്കിൽ അവിടെ ഒരു ൽ എന്ന അക്ഷരം വെച്ച് കൊടുക്കണം. ഇപ്പോഴാണ് ഇത് കടൽ എന്ന് വായിക്കുന്നത്. എന്താ വായിക്ക? കടൽ. കടൽ. ഇതെന്തിന്റെ ചിത്രമാണ്? കടൽ. നിങ്ങൾ കടൽ കണ്ടിട്ടുണ്ടോ? കടൽ പിന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? കടലിൽ എന്തെല്ലാം ഉണ്ടാകും? വെള്ളമുണ്ട്, പിന്നെയോ മീനുകളുണ്ട്, നിറയെ തിരമാലകളുണ്ട് അല്ലേ? അപ്പൊ ഇതെന്താ വായിക്ക? കടൽ. എന്താണ്? കടൽ. ഇതിൽ കണ്ടോ? ഈ നടുവിൽ വരുന്ന അക്ഷരമാണ് ഡ എന്ന അക്ഷരം അല്ലേ? കടൽ. എൻ്റെ കൂടെ വായിച്ചേ, കടൽ. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്തിന്റെ ചിത്രമാണ്? ഇതൊരു വടയുടെ ചിത്രമാണ്. എന്താണ്? വട. വട നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? നമ്മള് ചട്നിയും വടയും സാമ്പാറും ഒക്കെ കഴിക്കാറുണ്ട് അല്ലേ? അപ്പം വട എന്നെഴുതുമ്പോഴും അതിൽ ഡ എന്ന അക്ഷരമുണ്ട്. നമുക്ക് എഴുതി നോക്കാം. ഇത് വ എന്നക്ഷരം, ഇത് ഡ എന്ന അക്ഷരം. ഇപ്പൊ എന്താ വായിക്ക? വട. 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 വടയിലും എന്തുണ്ട്? ഡ എന്ന അക്ഷരമുണ്ട് അല്ലേ? ഈ ഡ എന്ന അക്ഷരത്തിന് ഞാൻ ഒരു വള്ളി ഇട്ട് കൊടുത്തു. ഇതാണ് ഈ ചിഹ്നം. ഏത് ചിഹ്നമാണ്? ഈ ചിഹ്നം. ഇപ്പൊ ഈ വട എന്നുള്ളത് നമ്മൾ ഈ ചിഹ്നമിട്ടപ്പോൾ വടി എന്ന് വായിക്കും. അപ്പൊ ഈ ചിത്രം മാറ്റിയിട്ട് നമ്മൾ അവിടെ ഒരു വടിയുടെ ചിത്രം വെക്കണം അല്ലേ? വടി. ഇതെന്താണ്? വടി. വടി കാണുന്നില്ല എല്ലാവർക്കും? ഡ വടി. വടി. ഈ ചിഹ്നമെടുത്താൽ വട എന്ന് വായിക്കും, ഈ ചിഹ്നമിട്ടാൽ വടി എന്ന് വായിക്കും അല്ലേ? വടി. ഡ വടി. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താണ്? ഇതാണ് കണ്ണട. നിങ്ങൾ കണ്ണട വെക്കാറുണ്ടോ? കണ്ണിന് കാഴ്ചയില്ലാത്തവർ കണ്ണട വെക്കും, പിന്നെ ചിലവര് സ്റ്റൈലിന് വെക്കും അല്ലേ? ഇതെന്താണ്? കണ്ണട. അപ്പൊ കണ്ണട എന്ന് എഴുതുമ്പോഴും കണ്ണടന്റെ ഒരു കാല് മേമിന്റെ മക്കള് പൊട്ടിച്ച്. അപ്പൊ കണ്ണട എന്ന് എഴുതുമ്പോഴും അതിൽ ഡ എന്ന അക്ഷരമുണ്ട്. അപ്പൊ ഡ എന്ന അക്ഷരം എവിടെ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ക ണ ഡ. എന്താ വായിക്കല്? കണ്ണട. കണ്ടോ? കണ്ണട എന്ന് എഴുതുമ്പോഴും അതിൽ ഡ എന്ന അക്ഷരമുണ്ട്. കണ്ടോ? ഡ കണ്ണട. എന്താണ്? ഡ കണ്ണട. കണ്ണട എന്തിനാണ്? കണ്ണിൽ വെക്കാനാണ്. എന്തിനാണ്? കണ്ണിൽ വെക്കാനാണ് കണ്ണട. ഇനി എൻ്റെ കയ്യിലേക്ക് നോക്കിക്കേ, ഇതെന്താണ്? ഇതാണ് കണ്ണാടി. എന്താണ്? കണ്ണാടി. കണ്ണാടി നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? മുഖം നോക്കാൻ. മുഖം നോക്കാൻ കണ്ണാടി. കണ്ണടയാണോ? കണ്ണട ഇതല്ല, കണ്ണട ഇതാണ് കേട്ടോ. ഇതെന്താണ്? കണ്ണാടി. അപ്പൊ നമുക്ക് ഈ കണ്ണട ഇവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ നമുക്ക് എന്ത് വെക്കണം? കണ്ണാടി വെക്കണം. പക്ഷേ ഇത് വായിക്കൽ എന്താണ്? കണ്ണട എന്നല്ലേ? അപ്പൊ ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി കേട്ടോ. ഇങ്ങോട്ട് നോക്കൂ, ന എന്ന അക്ഷരത്തിന് ശേഷം ഒരു ആ ചിഹ്നം ഇട്ടുകൊടുത്താൽ കണ്ണാട എന്നായിട്ടാ. കണ്ണാട. പക്ഷെ കണ്ണാട എന്നല്ല, കണ്ണാടി എന്നാണ് വായിക്കുക.
കണ്ണാടി. എന്താ വായിക്ക? കണ്ണാടി. ഡ കണ്ണാടി. ഇത് കണ്ണട, ഇത് കണ്ണാടി. ക-ണ-ഡി, കണ്ണാടി. ഈ കണ്ണാടി നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? മുഖം നോക്കാൻ ഉപയോഗിക്കൂലേ? ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇതാരാണ്? ഇതാണ് ആട്. എന്താണ്? ആട്. കണ്ടോ? 2 കൊമ്പുള്ള ഒരു ആട് അല്ലേ? ആട് എന്ന് എഴുതുമ്പോഴും അതിൽ ഡ എന്ന അക്ഷരമുണ്ട് അല്ലേ? ഇത് ആ എന്ന അക്ഷരം, ഇത് ഡ എന്ന അക്ഷരം. ഡ എന്ന അക്ഷരത്തിന് മുകളിൽ ഇ എന്ന ചിഹ്നം വെച്ചാൽ ആട് എന്ന് വായിക്കും. എന്താണ്? ആട്. ഡ ആട്. ആ എന്ന അക്ഷരം, ഡ എന്ന അക്ഷരത്തിന് ഒരു ചന്ദ്രക്കല കൊടുത്താൽ ഡ് എന്ന് വായിക്കും. ആട്. എന്താണ്? ആട്. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇതാരാണ്? ഇതൊരു കരടിയാണ് അല്ലേ? ര എന്ന അക്ഷരം പഠിച്ചപ്പോൾ നമ്മൾ ഈ കരടിയെ കണ്ടില്ലേ? അപ്പൊ ഇന്ന് നമുക്ക് ഡ എന്ന അക്ഷരം പഠിക്കാനാണ്. ക ര, കര എന്നായി. ഡ, ഡാക്കൊരു വള്ളിയിട്ടാൽ കരടി എന്ന് വായിക്കും. എന്താ വായിക്ക? കരടി. ക-ര-ഡി, കരടി. കണ്ടോ? കറുത്ത 2 കണ്ണ് അല്ലേ? ശരീരം മുഴുവൻ കറുത്തിട്ടാണ് അല്ലേ? ഡ കരടി. ഡ കരടി. കരടി എവിടെയാ ജീവിക്കുക? കാട്ടിലല്ലേ? നിങ്ങൾ കരടിയെ കണ്ടിട്ടുണ്ടോ? ഇവിടെ എന്തോ ഒന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ഇതെന്താണ്? നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താണ്? ഇതാണ് കടല. എന്താണ്? കടല. നമ്മൾ പുട്ടും കടലയും കഴിക്കാറുണ്ട് അല്ലേ? കടല നിങ്ങൾ കഴിക്കാറുണ്ടോ? കടല നമ്മളെ ഭക്ഷണത്തിൽ നമ്മൾ നിർബന്ധമായി ഉൾപ്പെടുത്തണം. കാരണം എന്താണ്? വളരെ പോഷക സമൃദ്ധമായ ഒരു ആഹാരമാണ് എന്ത്? കടല. അപ്പൊ നിങ്ങൾ കടല കഴിക്കാൻ മടി കാണിക്കാറുണ്ടോ? ഉണ്ടോ? അപ്പൊ ഇന്ന് മുതൽ എല്ലാവരും കടല കഴിക്കണം കേട്ടോ. കടല. എന്താ വായിക്ക? കടല. കണ്ടോ? നേരത്തെ നമ്മൾ കടല് പഠിച്ചു അല്ലേ? ഇത് കടല. എന്താണ്? കടല. അപ്പൊ ഡ കൊണ്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഡ കടല, ഡ കുട, ഡ കണ്ണാടി, ഡ വട, ഡ കണ്ണട, ഡ കടൽ, ഡ കട, ഡ ആട്, ഡ കരടി. കണ്ടോ? ഡ കടല, ഡ കുട, ഡ കണ്ണാടി, ഡ വട, ഡ കരടി, ഡ കണ്ണട, ഡ കടൽ, ഡ കട, ഡ ആട്. ഇനി ഡ എന്ന അക്ഷരം എങ്ങനെ എഴുതുന്നത് എന്ന് നോക്കാം. നോക്കിക്കോളൂ ട്ടോ. സി എന്ന ലെറ്റർ ഇടുക. എന്നിട്ട് ആ സി എന്ന ലെറ്റർ തിരിച്ചിട്ടാൽ ഡ എന്ന അക്ഷരമായി. എങ്ങനെയാണ്? നമുക്കൊന്നും കൂടി എഴുതി നോക്കാം. സി എന്ന ഇംഗ്ലീഷ് ലെറ്റർ എഴുതുക. ആ സി എന്ന ലെറ്റർ തിരിച്ചിട്ടാൽ ഡ എന്ന അക്ഷരമായി. എങ്ങനെയാണ്? സി എന്ന ലെറ്റർ ഇടുക. ആ സി എന്ന ലെറ്റർ തിരിച്ചിട്ടാൽ ഡ എന്ന അക്ഷരമായി. സി എന്ന ഇംഗ്ലീഷ് ലെറ്റർ എഴുതുക. ആ സി എന്ന ലെറ്റർ തിരിച്ചിട്ടാൽ മലയാളത്തിലെ ഡ എന്ന അക്ഷരമായി. സി എന്ന ലെറ്റർ ഇടുക. ആ സി എന്ന ലെറ്റർ തിരിച്ചിട്ടാൽ ഡ എന്ന അക്ഷരമായി. ഒന്നും കൂടി എഴുതി നോക്കാം. സി എഴുതുക. ആ സി തിരിച്ചിട്ടാൽ ഡ എന്ന അക്ഷരമായി. അപ്പൊ ഡ എഴുതാൻ എല്ലാവരും പഠിച്ചല്ലോ. ഇനി വേറൊരു മലയാളം ലെറ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.
അതുവരെ ടാറ്റാ.